പ്രൈസ് ലോർഡ് ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും പതിവ് പോലെ ഒരു ചെറിയൊരു കഥയുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നാം പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ളൊരു സംഭാഷണമാണ്. നാം നമ്മുടെ പപ്പ മമ്മിയോടൊക്കെ എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പപ്പ മമ്മിയോട് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം. നമ്മുടെ കർത്താവ് നമ്മളോട് അത്ര അടുത്തിരിക്കുന്ന സമയത്ത് നാം നമ്മുടെ കർത്താവിനോട് അടുത്തായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കർത്താവിന് അത് കേൾക്കാൻ കർത്താവ് സന്നദ്ധരാണ്. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം അവരുടെ. കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതാണ് കർത്താവ്. ഞാൻ എന്ന കഥയിലേക്ക് പോകാം. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂള്, ആ സ്കൂള് വിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ, 3-4 കുഞ്ഞുങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ 2-3 കൂട്ടുകാർ കൂടി ഒരുമിച്ച്, അവരാണ് അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അവരിങ്ങനെ അവർ 3 പേരും കൂടെ നടന്നു വരും. അങ്ങനെ 3 പേരിങ്ങനെ നടന്ന് ഓരോന്നൊക്കെ സംസാരിച്ച് നടന്നു വന്ന് ഒരു കാടിനോട് അടുത്താണ് ഇവരുടെയൊക്കെ വീട്. അപ്പോൾ കാട് വേറെയാണ്, പക്ഷേ ആ റോഡ് അങ്ങനെ പോകുന്ന ഒരു റോഡാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് കിടന്നിരിക്കുന്ന സമയത്ത് അതിലൊരു പയ്യൻ അവിടെ ഒരു വഴിയരികിൽ ഇങ്ങനെ കാട്ടുചെടികളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു പൂമ്പാറ്റയെ കണ്ടു. അപ്പോൾ ഈ ചെറുക്കന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ചെറുക്കൻ ആ പൂമ്പാറ്റയുടെ കൂടെ പോയി. പൂമ്പാറ്റ ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് അങ്ങനെ പറന്ന് പോകുകയല്ല. അതുപോലെ കൊച്ചും ഈ പൂമ്പാറ്റയുടെ പിന്നാലെ പോയി. അപ്പോൾ വേറെ 2 കുട്ടികളുണ്ടായിരുന്നത്, അവർ ഇവനെ ശ്രദ്ധിച്ചില്ല, ഇവർ അവനെ ശ്രദ്ധിച്ചില്ല. അവരുടെ ആ സ്ഥലം എത്തിയപ്പോൾ അവർ ആ വഴിക്ക് തിരിഞ്ഞ് അവർ പോയി. ഇവൻ ഈ പൂമ്പാറ്റയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പൂമ്പാറ്റയെ കാണാനില്ല. പൂമ്പാറ്റ പറന്നുപോയി. അപ്പോൾ ഇവൻ ഏകദേശം ഒരു കാടിനുള്ളിലെത്തി. അങ്ങനെ പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ചുറ്റും സ്കൂളൊക്കെ വിട്ടിട്ട് വൈകിട്ടല്ല സ്കൂൾ വിടുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഒത്തിരി കാട് പ്രദേശമായതുകൊണ്ട് വേഗം അവിടെ വൈകും, ഇരുട്ട് വരും. അങ്ങനെ ഒരു ഇരുട്ട് പോലെയൊക്കെ ആയി. ഇവനാകെ പേടി. പിന്നെ എന്ത് ചെയ്യും? പിന്നെ നടന്നു. പിന്നെ നടന്നിങ്ങനെ വഴിയുടെ പോകുന്ന സമയത്തുണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പം ഈ കാട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനയെ പിടിക്കാൻ കുഴിയുണ്ടാക്കും. അങ്ങനെ വലിയ കുഴി കുഴിച്ച് പിന്നെ അതിൻ്റെ മേലെ കൊച്ചു കമ്പുകളൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഈ ചപ്പും ചവറൊക്കെ ഇട്ട് അങ്ങനെ മൂടും. അപ്പോൾ മറ്റുള്ള സ്ഥലവും ഈ കുഴിയുള്ള സ്ഥലവും തിരിച്ചറിയില്ല. എല്ലായിടത്തും ഈ ഉണങ്ങിയ ഇലകളല്ലേ. അങ്ങനെ ഈ കൊച്ചും ഇങ്ങനെ നടന്ന് എന്താ പെട്ടെന്ന് ഈ കാല് ഇവിടെ ഈ ചവറിൽ ചവിട്ടി ഈ കൊച്ച് താഴെ വീണു. അപ്പോൾ അവിടെയാണ് ഈ ആനയെ പിടിക്കാനുള്ള കുഴി അതായിരുന്നു. ആ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. ഒത്തിരി ആരും അവിടെ പരിസരത്തൊന്നും ഇല്ല. പിന്നെ ആന ഈ കുഴിയിൽ പെട്ടോ എന്നറിയാൻ വേണ്ടി വരുന്നവർ രാവിലെ വരത്തുള്ളൂ. അത് കാരണം കൊണ്ട് ഇവനാണെങ്കിൽ ആകെ പേടി. ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഇവൻ എന്ത് ചെയ്യും? ആരോട് ഇങ്ങനെ? അപ്പോൾ അവനെ ഒരു ഓർമ്മ വന്നു. അന്ന് അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ എങ്ങനെ സ്കൂളുകളിൽ പിന്നെ ഒരേ പാസ്റ്റേഴ്സും ഒക്കെ ഒരു ചെറിയ സംഘമൊക്കെ ആയിട്ട് ചെന്ന് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും പാട്ട് പാടി കൊടുക്കുകയും കൊച്ചു സുവിശേഷമൊക്കെ പറയും. സ്കൂളിൽ നിന്ന് കുട്ടികളോട് ടീച്ചേഴ്സിനോടൊക്കെ അനുവാദം വാങ്ങി ഇവരങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ അരികിലേക്ക് ഇങ്ങനെ പാസ്റ്റേഴ്സ് മിഷനറിമാർ വരാറുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കും, കൊച്ചു പാട്ടുകളൊക്കെ പാടി അവർക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഇവരെന്ത് ചെയ്തു? അപ്പോൾ ഇവന് ഓർമ്മ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, നമ്മുടെ കർത്താവ് കേൾക്കും, അതിന് മറുപടി തരും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇവന് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ചു, ഇനി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. വീട്ടിലാണെങ്കിൽ അവർ അപ്പയും മമ്മിയൊന്നും വിശ്വാസികളൊന്നും അല്ലല്ലോ, പ്രാർത്ഥിക്കാനും അറിയില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് പ്രാർത്ഥിക്കും?
എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ മുഴുവനും ഇവനെ ഈ കുഴിയിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കണം, എനിക്ക് ഈ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് അവൻ്റെ ഹൃദയത്തിൽ മുഴുവനും ചിന്ത. പക്ഷേ ഇവനത് പറയാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല. കർത്താവെ എനിക്കിങ്ങനെ ചെയ്യണം എന്ന് പറയാനായിട്ടുള്ളത് അവന് വായിൽ നിന്ന് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഇവൻ വിചാരിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഇവൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും, ഞാൻ സ്കൂളിൽ പഠിക്കുക, നമ്മൾ സ്കൂളിൽ സാധാരണ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ABCD അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇവൻ വിചാരിച്ചു, ഇവൻ ആ കുഴിയിൽ കിടന്ന് ABCD പറഞ്ഞു തുടങ്ങി. ഒത്തിരി നേരം പറഞ്ഞു ABCD മൊത്തം 24 അക്ഷരം മൊത്തം പറഞ്ഞു, പിന്നെയും പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകിയ സമയവും വൈകി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വഴിയിൽ കൂടെ ഒരു ജീപ്പ്, അതായത് ഈ മിലിറ്ററിക്കാരുടെ ഒരു ജീപ്പ്, ഫൗജികളുടെ മിലിറ്ററിക്കാരുടെ ജീപ്പ് ഇങ്ങനെ കടന്നു പോകും. ശരിക്കും ഇവൻ കിടക്കുന്ന കുഴിയുടെ നിന്ന് കുറച്ച് ദൂരെ ഒരു റോഡാണല്ലോ. അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിലുള്ള ആൾ ഇറങ്ങി നോക്കി, എന്താ അപ്പോൾ പറഞ്ഞു വണ്ടി എൻജിൻ ഇങ്ങനെ വളരെ ചൂടായി. പക്ഷേ അവരെ ഇതിൽ നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പോൾ എന്തു ചെയ്യും, പിന്നെ ഇവിടെ വെള്ളം കിട്ടുക, ജംഗിളല്ലേ, പിന്നെ കാടല്ലേ. അപ്പോൾ ഇവർ വിചാരിച്ചു എവിടെയെങ്കിലും പിന്നെ കാട്ടിൽ തന്നെ ഈ കാടിനെയൊക്കെ നോക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നവരുണ്ടാവും എന്ന് കരുതി ഒരാൾ ഈ വെള്ളം എടുത്ത് ഈ ഒരു അവൻ്റെ ജഗ്ഗു എടുത്ത് പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഈ ABCD പറയുന്ന ശബ്ദം. അപ്പോൾ ഇവൻ ഈ മിലിറ്ററി സഹോദരൻ വിചാരിച്ചു ഇത് ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഒരു വീടുണ്ട്, അപ്പോൾ ആ കുട്ടി പഠിക്കുന്നതാണ്, സ്കൂളിലെ ആണല്ലോ അപ്പോൾ അത് പഠിക്കുന്നതാണെന്ന് വിചാരിച്ച് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു വന്നു. അപ്പോൾ കടന്നു വന്നപ്പോൾ ആരും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ കുഴിയിൽ നിന്നാണ് ഈ ശബ്ദം. അങ്ങനെ നോക്കിയപ്പോൾ ഈ കുഴിയിൽ ഈ കൊച്ച്, അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ കൊച്ച് ഈ കുഴിയിൽ അകപ്പെട്ടതാണെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ തന്നെ ജീപ്പിൽ പോയി വേറെ ആൾക്കാരെയും വിളിച്ച് ഇവരൊക്കെ ജീപ്പിലൊക്കെ കടന്നു പോകുമ്പോൾ വലിയ കയറൊക്കെ കൊണ്ടാണല്ലോ വരുന്നത്. അങ്ങനെ ഈ കയറ് എടുത്ത് കൊണ്ടുവന്ന് ഇവനെ അതിൽ നിന്ന് കയറ്റി. അപ്പോൾ ചോദിച്ചു, ഇവനോട് വിശേഷം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ സ്കൂൾ വിട്ട് വന്നതാണ്, കൂട്ടുകാരുണ്ടായിരുന്നു, പിന്നെ അവർ പോയി, ഞാൻ പിന്നെ ആ തിത്തിലിയുടെ പൂമ്പാറ്റയുടെ കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിൽ പെട്ടതാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി രാത്രിയായി, ഇനിയിപ്പോൾ ഇവനെ തനിച്ച് ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പം പിന്നെ എന്ത് ചെയ്യും. പിന്നെ നോക്കിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ഇതുമില്ല, വണ്ടി ആകെ ചലിപ്പിക്കാനുള്ള പ്രശ്നം. അങ്ങനെ പിന്നെ എൻജിനൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പം പിന്നെ ഇവനെ ഈ വണ്ടിയിൽ കയറ്റി വീണ്ടും ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവനെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ അവൻ്റെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഒത്തിരി സന്തോഷമായി ഇവരെ കണ്ടപ്പോൾ. പപ്പയുടെ മമ്മിയോടൊക്കെ ഈ മിലിറ്ററിക്കാരും അവരൊക്കെ ദൈവത്തെ, കർത്താവിനെ ആരാധിക്കുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവരും പിന്നെ ഇവരോടൊക്കെ വിശേഷം. അപ്പോൾ ഒത്തിരി പേര് ആ കാവിൽ ചുറ്റുപാടുള്ളവരൊക്കെ കടന്നു വന്നു, എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി ഒക്കെ. അപ്പോഴാണ് അവർക്കും മാതാപിതാക്കൾക്കൊക്കെ മനസ്സിലായതും, കാരണം ഇങ്ങനൊരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയല്ലേ. പിന്നെ കർത്താവ് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ കർത്താവ് അറിഞ്ഞു ഈ ഇവരെ മിലിറ്ററിക്കാരെ വിടുവാനും അവനെ രക്ഷിക്കുവാനും ഒക്കെ. അപ്പോൾ പ്രിയ ദൈവമക്കളെ, എന്ന് വെച്ച് നമ്മളും അങ്ങനെ ABCD പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നല്ല, എന്നാലും നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമുക്ക്